വെൽക്കം ടു ദ ഫസ്റ്റ് എവർ ക്ലാസ് ഫോർ പേപ്പറിന്റെ പേര് ബേസിക് കൗൺസിലിംഗ് എന്നുള്ളതാണ്. ബേസിക് ഓഫ് കൗൺസിലിംഗ് എന്നുള്ള പേപ്പറിലാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അതിന്റെ കൂടെ MSW015 എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും പേപ്പറിന്റെ പേര് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ബേസിക്സ് ഓഫ് കൗൺസിലിംഗ് എന്നുള്ളതാണ് നമ്മുടെ പേപ്പറിന്റെ ഫുൾ നെയിം എന്ന് പറയുന്നത്. ഓക്കെ, പേപ്പർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയാനുള്ള അല്ലെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡ് ഓഫ് രീതിയിലായിരിക്കണം നിങ്ങൾ പേപ്പറിനെ പരിചയപ്പെടേണ്ടത്. ഇനി പേപ്പറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് 4 ബ്ലോക്കാണ് മൊത്തത്തിലുള്ളത്. ഈ 4 ബ്ലോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്ലോക്ക് 1, ബ്ലോക്ക് 2, ബ്ലോക്ക് 3, ബ്ലോക്ക് 4. ബ്ലോക്ക് 1 ബേസിക് ഓഫ് കൗൺസിലിംഗ് ആണ് നമ്മൾ പറയണേ. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ബ്ലോക്കുകളായിട്ട് പറയുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ യൂണിറ്റ് പറഞ്ഞു പോകാവുന്ന. സോ ബ്ലോക്ക് 1 ബേസിക്സ് ഓഫ് കൗൺസിലിംഗ് പേപ്പറിന്റെ പേര് തന്നെയാണ് നമ്മുടെ ബ്ലോക്ക് 1 പേര് പറയുന്നത്. 3 യൂണിറ്റ് ആണ് ബ്ലോക്ക് 1 ബേസിക്സ് ഓഫ് കൗൺസിലിംഗ് എന്നുള്ള പേപ്പർ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതിൽ യൂണിറ്റ് 1 കൗൺസിലിംഗിന്റെ ബേസിക് സ്കിൽസുകളാണ് പറയുന്നത്. അതായത് ഇൻട്രൊഡക്ഷൻ ആണ് കൗൺസിലിംഗിന് കൊടുത്തിരിക്കുന്നത്. അതിൽ മെയിൻ ആയിട്ട് പറയുന്നത് കൗൺസിലിംഗിന്റെ നീഡും സ്കോപ്പും എന്താണെന്ന് മനസ്സിലാക്കുക. കൗൺസിലിംഗിൽ മെയിൻ ആയിട്ടുള്ള കീ ക്യാരക്ടറിസ്റ്റിക്സും അതിന്റെ ഗോൾസും എന്താണെന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ കൗൺസിലിംഗിനെ എങ്ങനെ സൈക്കോ തെറാപ്പിയുമായി നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സൈക്കോ തെറാപ്പിയും കൗൺസിലിംഗിനും ഒന്നാണോ, അത് രണ്ടും എങ്ങനെയാണ് ഡിഫറെന്റ് ആയി കിടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പേപ്പറിൽ മനസ്സിലാക്കാവുന്നതാണ്. ഫൈനലി കൗൺസിലിംഗിന്റെ ഡെഫിനിഷൻ എന്താണ്, ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആരൊക്കെയാണ്, ഇങ്ങനെയൊക്കെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓരോ പെർസ്പെക്റ്റീവ് ഡിഫറൻസിനനുസരിച്ച് ഓരോ പേഴ്സൺ അനുസരിച്ച് എങ്ങനെയാണ് ഡെഫിനിഷൻ മാറിക്കിടക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഈ ഒരു പേപ്പറിനകത്ത്. അതേപോലെ തന്നെ യൂണിറ്റ് 1 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൗൺസിലിംഗിന്റെ ഗോൾസ് എന്താണെന്ന് പറയാൻ പറ്റും. കൗൺസിലിംഗിന്റെ സൈക്കോതെറാപ്പിയും കൗൺസിലിംഗ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പറയാൻ പറ്റും. കൗൺസിലിംഗിൽ ഏതൊക്കെ മോഡൽസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. കൗൺസിലിംഗ് പ്രോസസ് എങ്ങനെയാണ്, വൺസ് എ ക്ലയന്റ് നമ്മുടെ മുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ക്ലയന്റിനെ ആദ്യം അക്സെപ്റ്റ് ചെയ്യുന്നത്, അതിനുശേഷം അദ്ദേഹത്തിന്റെ പാസ്റ്റ് പഠിക്കുകയാണോ ചെയ്യുക, എന്താണ് നമ്മൾ എങ്ങനെയാണ് കൗൺസിലിംഗ് ഒരു പ്രോസസ് ആയിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അത് പ്രോസസ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് പിന്നീട് പറയണത്. ആൻഡ് ഫൈനൽ കാര്യത്തിൽ തിയററ്റിക്കൽ ഫൗണ്ടേഷൻ എങ്ങനെയാണ്, കൗൺസിലറിന്റെ ഒരു തിയററ്റിക്കൽ ഫൗണ്ടേഷൻ എന്തായിരിക്കും എന്നുള്ളതാണ് പിന്നീട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സോ ഇതാണ് യൂണിറ്റ് 1. യൂണിറ്റ് 1 നമ്മൾ ബ്ലോക്ക് 1 3 യൂണിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ബ്ലോക്ക് 1 പേപ്പറിന്റെ പേര് ബേസിക്സ് ഓഫ് കൗൺസിലിംഗ് തന്നെയാണ്. അതിൽ യൂണിറ്റ് 2 ആണ് നമ്മൾ പറയുന്നത്. യൂണിറ്റ് 2 മെയിൻലി കൗൺസിലിംഗിന്റെ എസെൻഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്, പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ആണ്, എങ്ങനെ നമ്മൾ ഒരു സംഭവത്തെ അതായത് കൗൺസിലിംഗിന്റെ തിയറിനെ നമുക്ക് എങ്ങനെ പ്രാക്ടിക്കലായി അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് യൂണിറ്റ് 2 നമ്മൾ മെയിൻലി ഡീൽ ചെയ്യുന്നത്. സോ അതിന്റെ പ്രാക്ടിക്കൽ ഇഷ്യൂസ് എങ്ങനെയാണ്, തിയറി പ്രാക്ടീസ് എങ്ങനെയാണ്, എന്തൊക്കെയാണ് അതിന്റെ ഇമ്പോർട്ടന്റ് ഇഷ്യൂസ് വരുന്നത്, അതെങ്ങനെ എഫക്റ്റീവ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. അതായത് കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു ഫീൽഡിനെ കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ തിയറി പെർസ്പെക്റ്റീവിലും അതേപോലെ തന്നെ അതിന്റെ പ്രാക്ടിക്കൽ പെർസ്പെക്റ്റീവിലും നമ്മൾ നോക്കി കാണണം എന്നുള്ളതാണ് ബ്ലോക്ക് 1 യൂണിറ്റ് 2 നമ്മൾ ചെയ്യുന്ന ഒരു മെയിൻ ഉദ്ദേശം അല്ലെങ്കിൽ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് യൂണിറ്റ് 3 ആണ്. അതായത് ബ്ലോക്ക് 1 ബേസിക്സ് ഓഫ് കൗൺസിലിംഗ് എന്നുള്ള പേപ്പറിലെ ഏറ്റവും ലാസ്റ്റ് യൂണിറ്റ് ആണ് യൂണിറ്റ് 3. അതിൽ ക്വാളിറ്റീസ് ആൻഡ് സ്കിൽസ്, ഒരു കൗൺസിലറിന് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, ഒരു കൗൺസിലറിന് വേണ്ട സ്കിൽ എന്തൊക്കെയാണ്, അതിൽ ഒബ്സർവേഷൻ എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്, ഒരു ക്ലയന്റ് ഫ്രണ്ടിൽ വരുമ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എത്രമാത്രം ഇമ്പോർട്ടൻസ് ആണ്, ആ ക്ലയന്റ്സിനെ എങ്ങനെയൊക്കെ എൻകറേജ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും, എങ്ങനെയൊക്കെ നമുക്ക് റെസ്പോണ്ടിങ് ചെയ്യാൻ സാധിക്കും, എന്തൊക്കെയാണ് ഒരു കൗൺസിലറിന് വേണ്ട ക്വാളിറ്റീസ് എന്നുള്ള കാര്യങ്ങളാണ് മെയിൻലി പറയുന്നത്. അപ്പൊ ഈ പറയുന്ന തരത്തിലുള്ള എൻഗേജ്മെന്റ് ആയിക്കോട്ടെ, എൻകറേജ്മെന്റ് ആയിക്കോട്ടെ, ഒബ്സർവേഷൻ ആയിക്കോട്ടെ, ഇതെല്ലാം ഒരു കൗൺസിലറിന് വേണ്ടിയിട്ടുള്ള ക്വാളിറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇനി ബ്ലോക്ക് 2 കിടക്കുകയാണ്. ബ്ലോക്ക് 1 3 യൂണിറ്റ്സ് ആണുള്ളത്. ആ യൂണിറ്റിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബ്ലോക്ക് 2 വരുമ്പോൾ ഹിസ്റ്ററിക്കൽ, എത്തിക്കൽ ആൻഡ് ലീഗൽ ആസ്പെക്ട്. ബ്ലോക്ക് 2 പേപ്പറിന്റെ പേരാണ് ഹിസ്റ്ററിക്കൽ, എത്തിക്കൽ ആൻഡ് ലീഗൽ ആസ്പെക്ട്സ് ഓഫ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതില് തന്നെ യൂണിറ്റ് 1 നമ്മൾ നോക്കുകയാണെങ്കിൽ കോണ്ടെക്സ്റ്റ് ആൻഡ് ട്രെൻഡ്, അതായത് എങ്ങനെയാണ് കൗൺസിലിംഗ് എമർജ് ചെയ്ത് വന്നത്, എങ്ങനെയാണ് ട്രെൻഡ്സ് ആൻഡ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്, അതിന്റെ മെത്തേഡ് മോഡൽസ് എങ്ങനെയൊക്കെയായിരുന്നു. അപ്പൊ കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു സംഭവത്തിന് ആ പെർസ്പെക്റ്റീവ് നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യണമെങ്കിൽ അതിന് ഇതിന്റെ മോഡൽസ് ഉണ്ടായിരിക്കും. ആ മോഡൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. കൗൺസിലിംഗ് ഇങ്ങനെ ഒരു സംഭവമാണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും. ഞാൻ വളരെ കട്ട് ഡൗൺ ചെയ്തിട്ട് പറയുന്നത്. ബാക്കി നമ്മൾക്ക് പേപ്പർ ഡീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അത് സംസാരിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ യൂണിറ്റ് 1 ഇതിലിപ്പോ നമ്മൾ ബ്ലോക്ക് 2 പറയുന്നത്. ബ്ലോക്ക് 2 നമ്മൾ മെയിൻലി ഡീൽ ചെയ്യുന്നത് അതിന്റെ ലീഗൽ സൈഡ്, അതിന്റെ എത്തിക്സ്, അതിന്റെ ഹിസ്റ്റോറിക്കൽ ട്രെൻഡ്സ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ
മെയിൻലി ഡീൽ ചെയ്യുക. അപ്പോൾ ഇപ്പോഴത്തെ കൗൺസിലിംഗിന്റെ മോഡൽസ് മോഡേൺ ടൈമിലെ കൗൺസിലിംഗ് എങ്ങനെയാണ് എമേർജ് ചെയ്ത് വന്ന ട്രെൻഡുകൾ എന്നുള്ളതൊക്കെ നമ്മൾ യൂണിറ്റ് 1 ഡീൽ ചെയ്യുന്നതായിരിക്കും. ആൻഡ് യൂണിറ്റ് 2 കാര്യം പറയുകയാണെങ്കിൽ എത്തിക്സ് ഓഫ് കൗൺസിലിംഗ്, എങ്ങനെയാണ് അതിന്റെ ഹിസ്റ്ററി, അതിന്റെ കൗൺസിലിംഗ് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ലോസ് എന്തൊക്കെയാണ്. കോൺഫിഡൻഷ്യാലിറ്റി എന്നുള്ളത് എപ്പോഴും കൗൺസിലിംഗിൽ നമ്മൾ റീസെന്റ് ആയിട്ട് എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് കോൺഫിഡൻഷ്യാലിറ്റി. അത് സീക്രട്ട് ആയിട്ട് കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മൾ കോൺഫിഡൻഷ്യാലിറ്റി നമ്മുടെ ക്ലയന്റിന്റെ നെയിമും ഡീറ്റെയിൽസും പറയാതെ ചിലപ്പോൾ നമ്മൾ കോൺഫിഡൻഷ്യാലിറ്റി ബ്രേക്ക് ചെയ്യും. പക്ഷെ അതൊരു എത്തിക്കൽ ഇഷ്യൂ അല്ല. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 2 എത്തിക്സ് ഓഫ് കൗൺസിലിംഗിൽ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് കോൺഫിഡൻഷ്യാലിറ്റി. അതൊരു മെയിൻ പോയിന്റ്, ഇമ്പോർട്ടന്റ് പോയിന്റ് തന്നെയാണ്. ഇനി നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് യൂണിറ്റ് 3 ആണ്. എന്തൊക്കെ ലീഗൽ ആസ്പെക്ട്സ് ആണ് ഇതിനകത്തുള്ളത്. നമ്മൾ ചില സമയത്ത് ചില ക്ലയന്റ് വരുന്ന സമയത്ത് ചിലപ്പോൾ നമുക്കിത് റെക്കോർഡ് ചെയ്യേണ്ടി വരും. വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്. അങ്ങനത്തെ കുറെ എത്തിക്കൽ സൈഡുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ മെത്തേഡുകളൊക്കെ നമ്മൾ ഇതിൽ ആസ്പെക്ടുകളിൽ യൂസ് ചെയ്യാറുണ്ട്. പോക്സോ കേസസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ കൗൺസിലിംഗിൽ മെയിൻലി റെക്കോർഡിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് മെയിൻലി നമ്മൾ ലീഗൽ ആസ്പെക്ട്സിൽ മൂവ് ഓൺ ചെയ്യുക. പക്ഷെ ആ ലീഗൽ ആസ്പെക്ട്സിൽ റെക്കോർഡിംഗ് എന്ന് പറയുന്ന പെർസ്പെക്ടീവിന് ഇമ്പോർട്ടൻസ് കൊടുക്കണമെങ്കിൽ ക്ലയന്റിന്റെ പൂർണ്ണ അനുവാദം വേണം എന്നുള്ളത് കൂടി ഇതിലൊരു കാര്യമാണ്. അപ്പോൾ വിത്ത് കേസ് എക്സാമ്പിൾസ് നമ്മൾ ഈ യൂണിറ്റിനെ ഡീൽ ചെയ്യുന്നതായിരിക്കും. അതാണ് ബ്ലോക്ക് 2 യൂണിറ്റ് 3 എന്ന് പറയുന്ന പോർഷൻ. പിന്നെ വരുന്നത് ബ്ലോക്ക് 3 ആണ്. ബ്ലോക്ക് 3 കുറിച്ച് പറയുകയാണെങ്കിൽ കൗൺസിലിംഗിൽ എന്തൊക്കെ തിയറീസ് ആണ് എമേർജ് ചെയ്ത് കിടക്കുന്നത്, കൗൺസിലിംഗിൽ ഏതൊക്കെ തിയറീസ് ആണ് എമേർജ് ചെയ്ത് വന്നിട്ടുള്ളത്, തിയറീസ് എന്തൊക്കെയാണ് കൗൺസിലിംഗിന്റെ തിയററ്റിക്കൽ ബേസിസിൽ നമ്മൾ കൗൺസിലിംഗിനെ നോക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു CBT തിയറി. CBT തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. അപ്പൊ അതിനെക്കുറിച്ച് ചിലപ്പോൾ ഇതൊക്കെ കേട്ടിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. അതിന്റെ ആ ഒരു തിയറിയുടെ ബേസിസ് എന്താണ്, അതേപോലെ തന്നെ അതിന്റെ പ്രിൻസിപ്പിൾ എന്താണ് ആ തിയറിയുടെ, ആൻഡ് അതിന്റെ പ്രാക്ടീസ് എങ്ങനെയാ വരും, ഒരു ക്ലയന്റ് വന്നാൽ നമ്മൾ എങ്ങനെ CBT പ്രാക്ടീസ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ വിത്ത് എക്സാമ്പിൾ തന്നെ നിങ്ങൾക്ക് ഞാൻ പേപ്പറിൽ പറഞ്ഞു തരുന്നതായിരിക്കും. അതേപോലെ തന്നെ സപ്പോർട്ടീവ് സൈക്കോ തെറാപ്പി നമ്മൾ ഓൾറെഡി ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നുണ്ട് കൗൺസിലിംഗും സൈക്കോ തെറാപ്പിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത്. അപ്പോൾ എപ്പോഴും ഓർക്കുക, ബ്ലോക്ക് 3 യൂണിറ്റ് 1 and 2 നമ്മൾക്ക് ഈ പറയുന്ന സൈക്കോ തെറാപ്പിയെ കുറിച്ച് കുറച്ചും കൂടി നല്ല രീതിയിൽ പഠിക്കാനുണ്ട്. അതുകൊണ്ട് കൗൺസിലിംഗും സൈക്കോ തെറാപ്പിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത് ബ്ലോക്ക് 3 യൂണിറ്റ് 1 സപ്പോർട്ടീവ് സൈക്കോ തെറാപ്പിയും യൂണിറ്റ് 2 കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയും അതൊരു യൂണിറ്റ് ആയിട്ട് തന്നെയാണ്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഈ രണ്ട് തിയറി നമ്മൾ പഠിക്കും. യൂണിറ്റ് 3 വരുമ്പോൾ മാരിറ്റൽ തിയറി, അതൊരു ഫാമിലിയാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടതെങ്കിൽ ഫാമിലി തെറാപ്പീസ് എങ്ങനെയൊക്കെ ആയിരിക്കണം, ഫാമിലിനെ എങ്ങനെ നമുക്ക് ലീഡ് ചെയ്യാം. നമുക്ക് ഒരു ഫാമിലി വന്നു കഴിഞ്ഞാൽ പലർക്കും പല ഡൗട്ടുകൾ ഉണ്ടായിരിക്കും. ഫാമിലിയുടെ കാര്യത്തിൽ കോമൺ ആയിട്ടുള്ള ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഹസ്ബൻഡിനെ ഇരുത്തണോ, അതോ ആദ്യം വൈഫിനെയാണോ ഇരുത്തത്, അതോ ആദ്യം രണ്ടുപേരെയും കൂട്ടിയിരുത്തണോ എന്നുള്ള കോമൺ ഒരു സംശയം നമുക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട് നമ്മുടെ ഈ ഒരു പാർട്ടില്. സോ ആ സംശയങ്ങളൊക്കെ തീർത്തിട്ടായിരിക്കും നമ്മൾ ഈ പറയുന്ന യൂണിറ്റ് 3 ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുക. ഇതിന്റെ ഹിസ്റ്ററിക്കൽ എവല്യൂഷനും റൂൾസും ഫങ്ഷൻസും ഒക്കെ നമ്മൾ ഈ മാരിറ്റൽ തെറാപ്പിയിൽ നമ്മൾ പറയുന്നതായിരിക്കും. യൂണിറ്റ് 4 ഇപ്പൊ നമ്മൾ പറയുന്നത് ബ്ലോക്ക് 3 ആണ്. യൂണിറ്റ് 4 ആണ് നമ്മൾ ഡീൽ ചെയ്ത മോഡൽസ് ഓഫ് കൗൺസിലിംഗ് ആണ്. ഇപ്പൊ മോഡൽസ് ഓഫ് കൗൺസിലിംഗ് കുറച്ചധികം ഉണ്ട്, അതുകൊണ്ടാണ് ഇത് ഇത്രയും എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് ഈ പേപ്പർ കുറച്ച് വലുതായിരിക്കും. ബ്ലോക്ക് 3 കുറച്ചും കൂടി വലുതായിരിക്കും എന്നുള്ളത് കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സൈക്കോ അനലിറ്റിക് അപ്രോച്ച് ഉണ്ട്, കൊഗ്നിറ്റീവ് അപ്രോച്ച് ഉണ്ട്, ബിഹേവിയർ അപ്രോച്ച് ഉണ്ട്, റിയാലിറ്റി തെറാപ്പി, അഡ്ലറിയൻ തെറാപ്പി, എഫക്റ്റീവ് അപ്രോച്ചസ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ലീഡ് ചെയ്യുന്നത് മനസ്സിലാക്കി വെക്കാം. യൂണിറ്റ് 4 മോഡൽസ് ആണ്, കുറച്ച് വലിയ യൂണിറ്റ് ആണ്. അത് നമ്മൾ ആ രീതിയിലേക്ക് ഹാൻഡിൽ ചെയ്യണമെന്ന് എപ്പോഴും മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ഇൻട്രൊഡക്ഷൻ വീഡിയോയുടെ ഒരു മെയിൻ പാർട്ട് എന്ന് പറയുന്നത്. സോ യൂണിറ്റ് 4 മോഡൽസ് ഓഫ് കൗൺസിലിംഗ് ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. കോഗ്നിറ്റീവ് ബിഹേവിയറൽ സൈക്കോ അനലിറ്റിക് അപ്രോച്ച് ഒക്കെ അതിനകത്തോട്ട്. ഇനി നമ്മുടെ ഫൈനൽ ബ്ലോക്ക് ആണ് ബ്ലോക്ക് 4. അപ്പോ ഈ കൗൺസിലിംഗിൽ നമ്മൾ മോഡൽസ് ഒക്കെ അപ്ലൈ ചെയ്തു, ക്ലയന്റ് നമ്മുടെ അടുത്ത് വന്നു, ക്ലയന്റിന്റെ നീഡ് എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ ക്ലയന്റിന്റെ ഒരു പ്രോസസ്സിലൂടെ നമ്മൾ കൊണ്ടുപോയി. ആൻഡ് അതിനുശേഷം ക്ലയന്റിന് ഏത് മോഡലാണ് ഏത് തെറാപ്പിയാണ് നമ്മൾ കൊടുക്കേണ്ടതെന്ന് നമ്മൾ ഫിക്സ് ചെയ്തു. ശേഷം നമുക്ക് വരുന്നത് കൗൺസിലിംഗിന്റെ പ്രോസസ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പൊ ബ്ലോക്ക് 4 ഏറ്റവും ഫൈനൽ ബ്ലോക്ക് പറയുന്നത് കൗൺസിലിംഗിന്റെ പ്രോസസ് ആണ്. ഏതൊക്കെ സ്റ്റേജസ് ഉണ്ട്, ഏതൊക്കെ സ്റ്റേജസിൽ എന്തൊക്കെ സബ് സ്റ്റേജസ് ആ ഉള്ളത്, ആ സ്റ്റേജസിൽ എന്തൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, ആ സ്റ്റേജസിൽ എന്തൊക്കെ നമ്മൾ നോക്കണം, ആ ഒരു സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഒരു ക്ലയന്റിനെ ഡീൽ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ്
കൗൺസിലിംഗ് പ്രോസസ് എന്ന് പറയുന്ന ബ്ലോക്ക് 4 പേപ്പറിൽ നമ്മൾ നോക്കുന്നത്. ഇതിലെ യൂണിറ്റ് 1 കൗൺസിലിംഗ് പ്രോസസ് തന്നെയാണ്. സ്റ്റേജസ് ഓഫ് ദി പ്രോസസ്, പ്രിപ്പറേറ്ററി സ്റ്റേജ് ഉണ്ടായിരിക്കും, എക്സ്പ്ലോറേറ്ററി സ്റ്റേജ് ഉണ്ടായിരിക്കും, പ്ലാനിംഗ് സ്റ്റേജ് ഉണ്ടായിരിക്കും, ആക്ഷൻ സ്റ്റേജ് ഉണ്ടായിരിക്കും, ഇവല്യൂഷൻ ആൻഡ് ടെർമിനേഷൻ സ്റ്റേജ് ഉണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് യൂണിറ്റ് 1 നമ്മൾ നോക്കുക. എല്ലാ സ്റ്റേജസും വിത്ത് എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. യൂണിറ്റ് 2 and 3 ബ്ലോക്ക് 4 നമ്മൾ നോക്കുമ്പോൾ തെറാപ്പിയെ കുറിച്ചാണ് പറയുന്നത്. 2 തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ടൂൾസ് ഏതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, പ്ലേ തെറാപ്പി എന്താണ് എന്നുള്ളത്. അപ്പോൾ കൗൺസിലിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൗൺസിലിംഗിൽ ഒരു പേഴ്സൺ എന്ന രീതിയിലും ഫാമിലി എന്ന രീതിയിലും ചൈൽഡ് എന്ന രീതിയിലും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. സോ ഒരു ഫാമിലിന്റെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ യൂണിറ്റ് ബ്ലോക്ക് 3 യൂണിറ്റ് 2 1 and 2 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി യൂണിറ്റ് 2 and 3 ബ്ലോക്ക് 4 യൂണിറ്റ് 2 and 3 ചിൽഡ്രനെ ഫോക്കസ് ചെയ്തിട്ടാണ് നടക്കുന്നത്. പ്ലേ തെറാപ്പി ചിൽഡ്രനെ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ്. ഡിസാബിലിറ്റി അത് ചൈൽഡിന്റെ പെർസ്പെക്റ്റീവിലാണ് പ്ലേ തെറാപ്പി പറയുന്നത്. അപ്പൊ അതെന്താണെന്നുള്ളത്, അതിന് ഏതൊക്കെ ടൈപ്പ് ഉണ്ട്, അതിനെന്താണ്, അതിന്റെ സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പ്ലേ തെറാപ്പിയിൽ നമ്മൾ പറയും. യൂണിറ്റ് 3 നമ്മൾ നോക്കുന്നത് ടൂൾസിനെ കുറിച്ചാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഒബ്സർവേഷൻ എത്രമാത്രം കൗൺസിലിംഗിൽ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ബിഗിനിങ്ങിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ യൂണിറ്റ് 3 ബ്ലോക്ക് 4 യൂണിറ്റ് 3 ലിസണിങ്, ഒബ്സർവേഷൻ, ഇന്റർവ്യൂവിംഗ്, റിലേഷൻഷിപ്പ്, ഇത്രയും കാര്യങ്ങൾ ടൂൾസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഒരു ബേസിക് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് യൂണിറ്റ് ബ്ലോക്ക് 4 യൂണിറ്റ് 3. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ പറയുന്ന യൂണിറ്റ്സിൽ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇൻട്രൊഡക്ഷൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതിരിക്കാൻ. നമ്മൾ ഡീൽ ചെയ്യുന്ന ബേസിക്സ് കൗൺസിലിംഗ് എന്ന് പറയുന്ന പേപ്പറിനകത്ത് എന്തൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുള്ളതാണ്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ ഓരോ ബ്ലോക്ക് വൈസ്, ഓരോ യൂണിറ്റ് വൈസ് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഓൾ ദ ബെസ്റ്റ്. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു.